എൻ്റെ പേര് മരീന. ഞാൻ കീച്ചേരി തിരുക്കുടുംബ ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞാൻ എറണാകുളം ജില്ലയാണ്. ഞാനൊരു നേഴ്സാണ്. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2020 എൻ്റെ BSc നഴ്സിംഗ് പരീക്ഷയെ തുടർന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ഇയറിലെ പരീക്ഷ എനിക്ക് ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ സാധിച്ചു. തുടർന്നുള്ള 4 വർഷവും നല്ല മാർക്കോടുകൂടി തന്നെ ഞാൻ വിജയിച്ചു. 3rd ഇയർ പഠിക്കുമ്പോൾ എനിക്ക് പർപ്യൂറ എന്ന് പറഞ്ഞൊരു സ്കിൻ ഡിസോർഡർ ഉണ്ടാവുകയുണ്ടായി. അതിനെ തുടർന്ന് എനിക്ക് 3rd ഇയറിൻ്റെ പരീക്ഷ തന്നെ എഴുതാൻ സാധിക്കുമോ എന്നൊരു സംശയത്തിലായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ പക്കലുള്ള ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൃത്യമായിട്ട് ശരീരത്തിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അതിൽ നിന്നും രോഗസൗഖ്യം ലഭിച്ചു. പിന്നീട് ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അസുഖം വന്നിട്ടില്ല. ഞാനൊരു നഴ്സായതുകൊണ്ട് തന്നെ പുറത്തോട്ട് പോകാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വഴി ഞാൻ നോർക്കയുടെ ട്രിപ്പിൾ വിൻ പ്രോഗ്രാം നഴ്സസിനെ ഫ്രീ ആയിട്ട് ജർമ്മനിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്, അതിനെക്കുറിച്ച് അറിഞ്ഞത്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ മാതാവിനെ കാശുരൂപം കയ്യിലേന്തിക്കൊണ്ട് തന്നെ ഇൻ്റർവ്യൂകളിൽ ഓരോ ഘട്ടങ്ങളിലുള്ള ഇൻ്റർവ്യൂകളിലും ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂകളിലും പിന്നീട് ജർമ്മൻ പരീക്ഷകളിലൊക്കെ പങ്കെടുത്തു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇന്ന് ജർമ്മനിയിലോട്ട് പോകാനുള്ള എല്ലാ പേപ്പറും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇൻ്റർവ്യൂ കിട്ടിയെങ്കിലും എൻ്റെ ഇൻ്റർവ്യൂക്ക് മുമ്പൊക്കെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം ജർമ്മനിയിലെത്തി. പക്ഷേ എനിക്ക് അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് മാത്രം വരുന്നില്ല. കുറച്ച് കാലതാമസമായിരുന്നു. ജർമ്മനിയിലെ ഏറ്റവും ഒരു മികച്ച ഹോസ്പിറ്റലായ ചാരിറ്റി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലാണ് എനിക്ക് ഇൻ്റർവ്യൂ ലഭിച്ചത്. പക്ഷേ ഈ കാലതാമസം വരുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൾക്കാരുടെ ചോദ്യങ്ങളും എല്ലാം എനിക്ക് ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ മനസ്സിലൊരു കഴിഞ്ഞ അഖണ്ഡ ജപമാല റാലിക്ക് ഞാൻ ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ഈ അഖണ്ഡ ജപമാല റാലിക്ക് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്കൊരു ഡേറ്റ് കയ്യിൽ എഴുതി മാതാവിൻ്റെ അടുത്ത് പറയാൻ സാധിക്കണം. ആ ജപമാലയിൽ ഉടനീളം എനിക്ക് ആ ഡേറ്റ് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കണം. പക്ഷേ ഞാൻ ആ ഡേറ്റ് എടുക്കാൻ വിട്ടുപോയി അപ്രതീക്ഷിതമായിട്ട്. പക്ഷേ എനിക്ക് അർത്തിങ്കൽ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ മാതാവിൻ്റെ രൂപമേന്തിയ വാഹനങ്ങളുണ്ടായിരുന്നു. ആ മാതാവിൻ്റെ കാൽക്കൽ വീണ് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ഞാൻ ഈ കാര്യം ഓർത്തു. മാതാവെ, ഞാൻ പറയുവാണ്, എനിക്കറിയില്ല നടക്കുമോയെന്ന്. എൻ്റെ ബർത്ത്ഡേ നവംബർ 7 അന്നെങ്കിലും എനിക്ക് പോകാൻ സാധിക്കണം. പക്ഷെ ഞാൻ വിചാരിച്ചു നവംബർ 7 ഉടനെ അടുത്താണ്, പക്ഷെ നവംബർ 25 വെച്ചാലോ. അങ്ങനെ നവംബർ 25 ഞാൻ മാതാവിനോട് പറഞ്ഞു 25-നുള്ളിൽ എനിക്ക് പോകാൻ സാധിക്കണം. അങ്ങനെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 26-ാം തീയതിയാണ് അഖണ്ഡ ജപമാല റാലി നടക്കുന്നത്. എനിക്ക് 31-ാം തീയതി തന്നെ ഡിപ്പാർച്ചർ നോട്ടിഫിക്കേഷൻ വന്നു. 10 ദിവസത്തിനുള്ളിൽ തന്നെ ജർമ്മനിയിലേക്ക് എനിക്ക് പോകാൻ സാധിക്കുമെന്ന്. ഞാൻ ജർമ്മനിയിലോട്ട് പോകുന്നത് നവംബർ 10-ാം തീയതിയാണ്. 10-ാം തീയതി രാവിലെ തന്നെയാണ്. മാതാവ് എനിക്ക് തന്നിട്ടുള്ള നിരവധിയായ നന്മകൾക്ക് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഈ കാലതാമസം ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള മാതാവ് എനിക്കതെല്ലാം സമയച്ചുരുക്കത്തിൽ നടത്തി തന്നു. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചാണ്. നഴ്സിംഗ് പഠിച്ച മുതലും പിന്നീട് ജോലി ചെയ്തപ്പോഴും എനിക്ക് കൂടെയുള്ളവരെയൊക്കെ ഉടമ്പടിയിലേക്ക് അടുപ്പിക്കുവാനും ഉടമ്പടി വഴി മാതാവിൽ നിന്നും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നേടിക്കൊടുക്കുവാനും ഒക്കെ സാധിച്ചു. പിന്നീട് എൻ്റെ കൂടെയുള്ളവർക്ക് തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒത്തിരി പേരെ കണ്ടെത്തി അവരെ ആരും അറിയാതെ സഹായിക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ പപ്പയ്ക്ക് ലഭിച്ച സാക്ഷ്യം പപ്പ തന്നെ പറയുന്നതാണ്. ഞാൻ മരീനയുടെ പപ്പയാണ്. ഞാൻ ഏതാണ്ട് 40 വർഷമായിട്ട് ഓട്ടോമൊബൈൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. ഈ ഓട്ടോമൊബൈൽ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബോഡി സെക്ഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആ ബോഡി സെക്ഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഷീറ്റുകളൊക്കെ കട്ട് ചെയ്ത് അതുപോലെ വെൽഡ് ചെയ്ത് അത് യോജിപ്പിക്കണം. വെൽഡിങ്ങിന് ഏറ്റവും തിക്നെസ് കുറഞ്ഞ തകിടാണ് ഉപയോഗിക്കുന്നത്. അതിന് ഗ്യാസ് വെൽഡിങ്ങാണ്. ഈ ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നത് പോയിസണുള്ള കാർബൈഡാണ്. ഈ കാർബൈഡ് ഈ 40 വർഷവും നമ്മളിട്ട് ഈ ജനറേറ്ററിലിട്ട് ചാർജ് ചെയ്ത് അത് ഉപയോഗിച്ച് എനിക്ക് ശ്വാസം മുട്ടൽ വന്നു. ഒരു 10 വർഷമായിട്ട് എനിക്ക് ശ്വാസം മുട്ടലാണ്. ഈ ശ്വാസം മുട്ടലിന് ഞാൻ ഒത്തിരി ഡോക്ടർമാരെ കണ്ട്, മെഡിക്കൽ കോളേജ്, മറ്റുള്ള നല്ല നല്ല ഹോസ്പിറ്റലുകൾ. അപ്പോൾ അവരൊക്കെ എന്നോട് അന്ന് പറഞ്ഞത് ഈ ജോലി ഉപേക്ഷിക്കണം, എന്നിട്ട് വേറെ എന്തെങ്കിലും ജോലി കണ്ടെത്തണമെന്ന്. എനിക്കൊരിക്കലും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഏതാണ്ട് 40 വർഷത്തോളം ഈ ഓട്ടോമൊബൈലിൽ നിന്ന് ജോലി ചെയ്ത് വരുന്നതുകൊണ്ട് എനിക്ക് ആ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറില്ല. ഞാൻ ഈ 2024 അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ ഈ ശ്വാസം മുട്ടൽ മാറ്റി തരണമേ. ശ്വാസം മുട്ടൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഇതാണ്. ഞാൻ ആ ജപമാല റാലിക്ക് ശേഷം ഇന്ന് വരെ എനിക്ക് ശ്വാസം മുട്ടലുണ്ടായി. ഏതാണ്ട് 2 വർഷക്കാലമായി. അതുപോലെ മാതാവിൻ്റെ തൈലവും ഉപ്പ്, തേന് ഇതെല്ലാം ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ ഞാൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പിന്നെ എൻ്റെ ശരീരത്തിലൊട്ടത് അലർജി രോഗങ്ങളുണ്ട്. അതെല്ലാം ഈ മാതാവിൻ്റെ ഉപ്പ്, തേന്, തൈലം ഇതെല്ലാം ഉപയോഗിക്കുന്നു. ഞാനൊരു 20 വർഷമായിട്ട് വിൻസെൻ്റ് ഇപ്പോൾ സംഘടനയിൽ പ്രവർത്തിക്കുന്നതാണ്. വിൻസെൻ്റ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ചാരിറ്റി സംഘടനയാണ്.
അതിലൂടെ രാവിലെ ഇറങ്ങിയാൽ കുർബാനയൊക്കെ കഴിഞ്ഞു, പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇടവകയിലെ ദരിദ്രരായ വീടുകൾ, അതുപോലെ നമുക്ക് സഹായം നൽകുന്നവർ, തിരിച്ച് നമുക്ക് സഹായിക്കേണ്ടവരെ ഇവരെല്ലാം കണ്ടെത്തി അവർക്ക് വേണ്ട അർഹതമായ കാര്യങ്ങളൊക്കെ അവർക്ക് എത്തിച്ചു കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചാരിറ്റിയിൽ ഒട്ടേറെ നന്മകൾ ചെയ്തു പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ കൃപയാണ്. അതുപോലെ എനിക്കും എൻ്റെ ഈ കുടുംബത്തിനുമൊക്കെ ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഒട്ടനവധി ചെറുതും വലുതുമായ ഒട്ടേറെ ദൈവികമായ നന്മകളുണ്ടായിട്ടുണ്ട്. അതിനെല്ലാം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അതോടൊപ്പം ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ ഒട്ടൻ നന്മകളും കൃപാവരങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 36-ാം തിരുവചനം. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. ഉടമ്പടി എടുക്കുമ്പോൾ നാം ചെയ്യുന്നത് ഒരു വലിയ വിതയ്ക്കലാണ്. കണ്ണുനീരോടുകൂടിയാണ് നമ്മളിവിടെ വന്ന് വിതയ്ക്കുന്നത്. നാം കൊയ്തുകൊണ്ടു പോകുന്നത് വലിയ സന്തോഷവും ആനന്ദവും സൗഖ്യവും സമാധാനവും ഒക്കെയാണ്. മെറീനയുടെ ജീവിതത്തിൽ ഒരു വലിയ സങ്കടമുണ്ടായപ്പോൾ തൻ്റെ BSc നഴ്സിംഗ് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കണമേ, അത് കഴിഞ്ഞ് അവൾക്ക് ലഭിക്കേണ്ട സ്പോൺസർഷിപ്പ്, ജോലി, ഭാവി, തൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രാർത്ഥനകളും ഇതെല്ലാം വലിയ ഒരു ക്വസ്റ്റ്യൻ മാർക്കായി നിൽക്കുമ്പോഴാണ് മെറീന ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. തങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും സന്തോഷവും സമാധാനവും സൗഖ്യവും ഉണ്ടാകാൻ വേണ്ടിയും മെറീന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, തനിക്ക് പല യോഗ്യതകളുമില്ലാതെ തന്നെ തൻ്റെ അയോഗ്യതകളെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ വലിയ കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ പാടുന്നത് പോലെ ശക്തനായവൻ അവർക്ക് വലിയ കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. 2024 അഖണ്ഡ ജപമാലയിലെ ഒരു വലിയ സൗഖ്യവും സമാധാനവും ഒക്കെയാണ്. അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തവർക്കെല്ലാം തന്നെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഇനിയും പെൻഡിങ്ങിലാണ്. ഇവരുടെ കുടുംബത്തിനും അതൊക്കെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മെറീനയ്ക്കുണ്ടായ പർപ്പൂര എന്ന് പറയുന്ന ഒരു രോഗത്തെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വളരെ പെട്ടെന്ന് തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ വഴിയായി സൗഖ്യം ലഭിക്കുകയുണ്ടായി. ജർമ്മനിയിൽ നഴ്സായി ജോലി ചെയ്യാനുള്ള വലിയ അനുഗ്രഹവും ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വരുന്നവരെല്ലാം വളരെ കാരുണ്യപൂർവ്വം ശുശ്രൂഷിക്കുവാനുള്ളൊക്കെയുള്ള വലിയ കൃപ ഈ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നു. മെറീനയുടെ പപ്പയ്ക്ക് പറയാനുള്ളത് തന്നെയാണ്. വളരെ ചെറുപ്പം മുതൽ തന്നെ 40 വർഷക്കാലമായി ജോലി ചെയ്ത് വളരെ പെട്ടെന്ന് 10 വർഷത്തോളം അദ്ദേഹത്തിനൊരു ശ്വാസം മുട്ടലും അലർജിയും ഉണ്ടായത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണ് പരിപൂർണ്ണ സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിച്ചിരിക്കുന്നത്. നമ്മുടെ എത്ര വലിയ ജീവിത പ്രശ്നങ്ങളായാലും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും ഈ പരിശുദ്ധ അമ്മയുടെ കാൽക്കീഴിൽ നാം വയ്ക്കുമ്പോൾ ഈശോ അതെല്ലാം നമുക്ക് അനുഗ്രഹമായി, സൗഖ്യമായി, അഭിഷേകമായി, സാന്ത്വനമായി നമുക്ക് നൽകുന്നുണ്ട്. മെറീനയുടെയും കുടുംബത്തിനെയും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.